എസ് സുരേഷ് ഞങ്ങൾക്ക് എത്താം. എസ് സുരേഷ്, ഇവിടെ താണ്ട് ഇതിലാണ് 27-ാം തീയതി സജീഷ് ചൂണ്ടിക്കാട്ടിയാണ്. ഞാൻ താങ്കളുടെ ഈ പാനൽ അഭിഭാഷകൻ എന്നുള്ള ഞാൻ ചോദിക്കുകയാണ്. ഇതിൽ പറയുകയാണ് ഇത് എന്താണ്, he has not voiced any grievance as to other payments. He is also not seeking any investigation or inquiry against them. A question would naturally arise why investigation or inquiry against A1, A6 and A7 alone is sought. എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളൊക്കെയാണ് അത്. This would strengthen the argument that the complaint is politically motivated എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കണ്ടെത്താൻ കോടതി പറയുന്ന ഈ വിധി പ്രസ്താവത്തിൽ പറയുന്നത് CMRൽ പണം കൊടുത്തു എന്ന് പറയുന്ന മറ്റാൾക്കാരുടെ കാര്യം എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ ഉന്നയിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സജീഷ് പറഞ്ഞ RC OC അടക്കമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഈ വിജിലൻസ് സംവിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അഴിമതി നിരോധനം അല്ലെങ്കിൽ അഴിമതി തടയുക എന്നുള്ളത് ലക്ഷ്യം. അഴിമതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അധികാര സ്ഥാപനം കൈക്കൂലി കൊടുത്ത് എന്തെങ്കിലും ഫേവർ കൊടുത്തു എന്നുള്ളതല്ലേ? അങ്ങനെയുള്ള ഒരു പരാതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ പണം വാങ്ങിയ കാര്യം എന്തുകൊണ്ട് മാത്യു കുഴൽനാടൻ ചോദിക്കുന്നില്ല? അതുകൊണ്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കോടതി വിധിയിൽ എഴുതി വെക്കുന്നതിൽ എന്തോ ചില പ്രശ്നമുണ്ടോ എസ് സുരേഷ്? ശ്രീ ഹാഷ്മി, എനിക്ക് ആവശ്യത്തിന് സമയം തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സജീഷ് പറഞ്ഞതുപോലെ BJPയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അപ്പുറത്തിരിക്കുന്നത് ജ്യോതികുമാർ ചാമക്കലയും സജീഷുമാണ്. നിങ്ങൾ രണ്ടുപേരും BJPയെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് എനിക്കറിയാം. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ലാതെ എന്താ ഷോണിനെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഷോൺ വരുമെന്ന് അറിയില്ല. ഷോൺ കുറച്ച് അല്പസമയം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് രണ്ടുപേരും സജീഷ്, ഇത് ഹാഷ്മി അല്ല, ഞാനാണ്. ഒന്ന് പ്ലീസ് 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 അങ്ങ് ഈ 1 മണിക്കൂർ അലങ്കോലാക്കാൻ വേണ്ടി വന്നിരിക്കരുതേ. അങ്ങേക്ക് ഒരു വിഷയത്തിന് ഉത്തരം ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. സജീഷേ, ശ്രീ സജീഷ്, അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ 1,72,00,000 രൂപ ആയിക്കോട്ടെ, അത് വിട്ടു. പക്ഷേ നമ്മൾ തമ്മിൽ തർക്ക വിഷയം ചിലതുണ്ട്, അത് ഞാൻ ചോദിച്ചോട്ടെ. ഈ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ ഇന്നിപ്പോൾ മരുമകനും മകളും കുടുംബവും എല്ലാവരുമായിട്ട് വിദേശത്താണല്ലോ സ്വകാര്യ സന്ദർശനത്തിനായി. അതിൻ്റെ പണം കൂടെ ഈ പാർട്ടി ഇവിടെ കൊടുക്കണം, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ കുടുംബത്തിൽ നിന്ന് കെട്ടിവെക്കാൻ പറയണം. കേരളത്തിൻ്റെ ചെലവിൽ, ഈ കടക്കെണിയിൽ അകപ്പെട്ടിരിക്കുന്ന കേരളത്തിൻ്റെ ചെലവിൽ ഇങ്ങനെ കുടുംബസമേതം സ്വകാര്യ സന്ദർശനം നടത്തുന്ന പണി അവസാനിപ്പിക്കണം, അമ്മായിയപ്പനും മരുമകനും ചേർന്ന്. അതാദ്യമേ ഞാൻ പറയട്ടെ. എന്തായാലും ശരി, ഒരു കാര്യം, 1,72,00,000 രൂപ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ അരുമ മകൾ വാങ്ങി, മാസപ്പടിയായിട്ട് വാങ്ങി എന്ന് വന്നിരിക്കുമ്പോൾ എന്ത് സേവനം ചെയ്തു എന്ന് കേരള പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറയാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയുടെ മകളോ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറിയോ, ഈ മകൾക്ക് വേണ്ടി വാചാലനായ പാർട്ടി സെക്രട്ടറിയോ, ചാനലിൽ വന്നിരിക്കുന്ന താങ്കളോ ഇന്നേ വരെ CPMൻ്റെ ഒരൊറ്റ പ്രതിനിധിയും തയ്യാറായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് ഒന്നുകിൽ എന്തെങ്കിലും രേഖ കാണിക്കാം, ഒരു രേഖയും നിങ്ങൾക്ക് കാണിക്കാനില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാരണം പറയാം. എന്തിന് കരിമണൽ എടുക്കുന്നവർക്ക് കപ്പലണ്ടി കച്ചവടം നടത്തിയിട്ടാണ് വീണ വിജയൻ 1,72,00,000 രൂപ വാങ്ങിയതെന്ന് പറഞ്ഞാൽ പോലും ഒരു മാന്യതയുണ്ട്. എന്തെങ്കിലും ഒരു കാരണം ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് പറഞ്ഞൂടെ? അല്ലെങ്കിൽ പണ്ട് ശശി തരൂർ പറഞ്ഞതുപോലെ വിയർപ്പിന്റെ ഓഹരി എന്തെങ്കിലും ഒരു കള്ളം പറയും, എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂലേ? എന്തിനാ കിടന്ന് ഉരുളുന്നത് ഈ മണലിൽ, ഈ കരിമണലിൽ കിടന്ന് ഉരുണ്ട് ഈ CPM ഇത്രയും അതപ്പതിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത്. സുരേഷ്, നമ്മൾ ഇന്നത്തെ ഉത്തരവിലേക്ക് വന്നാൽ ഇപ്പം പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് പറഞ്ഞതാണ്. മുഖ്യമന്ത്രി മകളുടെ പേര് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് ഒരു തെളിവില്ലെന്നാ പറയുന്നത്. ഒരു തെളിവില്ലാത്ത വെറും ഉണ്ടയില്ല എവിടെയാണ് കോടതി വളരെ ക്രിസ്റ്റൽ ക്ലിയർ എഴുതി വെച്ച ദിവസം കൂടാണ്. ഞാൻ സജീഷിനോട് അത് ചോദിച്ചെങ്കിലും സുരേഷ്, ഹാഷ്മി, കേരളത്തിലെ വിജിലൻസ് കോടതി, തിരുവനന്തപുരത്തിരിക്കുന്ന വിജിലൻസ് കോടതി ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമൊന്നുമല്ല. ഇന്ത്യയിൽ കേന്ദ്ര സർക്കാരിൻ്റെ SFIOയും അതോടൊപ്പം തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡും ROCയുമൊക്കെ അന്വേഷിച്ചതിനെ സംബന്ധിച്ച് 3 ഹൈക്കോടതികൾ, താങ്കൾ അതിൻ്റെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിലെ 3 ഹൈക്കോടതികൾ ആ അന്വേഷണത്തിന് പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. അത് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയ വീണ വിജയന് അവിടെ നിന്ന് ഏറ്റാടി ചെറുതായിരുന്നില്ല. അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിൽ പോയ KSIDCക്ക് തിരിച്ചടിയേറ്റു. ഡൽഹി ഹൈക്കോടതിയിൽ പോയിട്ടുള്ള CMRലിനും തിരിച്ചടിയേറ്റു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര സർക്കാർ എടുത്ത നിലപാടിന് അനുകൂലമായിട്ട് ഇന്ത്യയിലെ 3 ഹൈക്കോടതികൾ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം വസ്തുനിഷ്ഠമാണ്, അത് പ്രാഥമികമായിട്ട് അന്വേഷിക്കാനുള്ള എല്ലാ യോഗ്യതയുമുള്ള കേസാണ്, ഇവർ പ്രാഥമികമായിട്ട് കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള ബോധവും ബോധ്യവും
കേന്ദ്ര സർക്കാരിനുണ്ടെന്നും അത് ഹൈക്കോടതികൾ 3 അടിവരയിട്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമെന്നോ അത് ഏതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദവും പ്രേരണയും കൊണ്ടാണെന്നോ ആർക്കും തന്നെ പറയാൻ സാധിക്കില്ല എന്ന് ആമുഖമായിട്ട് ഞാൻ പറയുന്നു. ഇനി ഇവിടേക്ക് നമുക്ക് വരാം. ഈ തിരുവനന്തപുരത്തെ വിജിലൻസ് കോടതി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമൊന്നുമല്ല. ഈ വിജിലൻസ് കോടതി ഇത്തരത്തിലുള്ളൊരു വിധി വന്നിരിക്കുന്നത് 2 കാരണങ്ങൾ കൊണ്ടാകാനാണ് സാധ്യത. ഒന്ന്, ഈ നമ്മുടെ എന്താ പറയുക, ഈ ചിന്നക്കനാലിൽ ഒന്നുകിൽ നമ്മുടെ മാത്യു കുഴൽനാടൻ്റെ എല്ലാ രേഖകളും ചിന്നക്കനാലിൽ ഒലിച്ചു പോയിട്ടുണ്ടാകാം. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ റിസോർട്ടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ പിടിച്ച് അദ്ദേഹം 50 സെന്റ് ഭൂമി വെട്ടിപ്പ് നടത്തിയതിനെ സംബന്ധിച്ച് റവന്യൂ അധികൃതർ അന്വേഷണം നടത്തുകയൊക്കെ ചെയ്ത് അങ്ങനെ മാത്യു കുഴൽനാടിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി അദ്ദേഹത്തിന്റെ കയ്യിലിരുന്ന രേഖകൾ മുഴുവൻ ചിന്നക്കനാലിൽ ഒലിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്യു കുഴൽനാടൻ. സുരേഷ്, അങ്ങനെ ഒന്നും ഒലിച്ചു പോയിട്ടില്ല. ഇല്ല, ഞാൻ പറയട്ടെ, ഹർജിക്കൊപ്പം 14 ഡോക്യുമെന്റ്സ് ഹാജരാക്കി. 23/3 6 പുതിയ ഡോക്യുമെന്റ് ഹാജരാക്കി. 2/5 4 പുതിയ ഡോക്യുമെന്റ് ഹാജരാക്കി. 3/5 1 പുതിയ ഡോക്യുമെന്റ് കൂടി ഹാജരാക്കി. എന്ന് പറഞ്ഞാൽ ഇതുമായി മുഖ്യമന്ത്രിയുടെ ബന്ധം സ്ഥാപിക്കാൻ കഴിയാവുന്ന പരമാവധി രേഖകൾ മാത്യു കുഴൽനാടൻ ഹാജരാക്കിയിട്ടും ആ രേഖകൾ പരമാവധി ഇപ്പൊ കോടതി പറയുകയാണ് ഇനി മാത്യു കുഴൽനാടൻ പറയുന്നത് മുഴുവൻ മുഖവിലക്കെടുക്കുക എന്ന് തന്നെ വെക്കൂ. പക്ഷേ ഈ പറയുന്ന അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്താനുള്ള വകുപ്പ് അതിലില്ല എന്ന് കോടതി പറഞ്ഞാൽ മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും പുലബന്ധം പോലും അതിലില്ല എന്നല്ല അർത്ഥം. സുരേഷ്, അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഒന്നുകിൽ രേഖകൾ പൂർണ്ണമായി ഹാജരാക്കിയിട്ടില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്നുള്ള പ്രധാനമന്ത്രിയായിട്ടുള്ള രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് ഈ മാത്യു കുഴൽനാടനെ വിളിച്ചിട്ട് ഈ പണിയുമായിട്ട് മുന്നോട്ട് പോകരുത്, നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ ഭരിക്കേണ്ടതും നരേന്ദ്രമോദിയെ താഴെ ഇറക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ഈ ഓവർ സ്മാർട്ട് ആകരുത്. അതുകൊണ്ട് പിണറായി വിജയന്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് ഈ കേസ് ഒന്ന് തോറ്റ് പിന്മാറിക്കൊള്ളണം എന്ന് മാത്യു കുഴൽനാടനോടും KPCCയോടും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾ ഒന്നുകിൽ സംഭവിച്ചിട്ടുണ്ടാകാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കോടതിയുടെ മുമ്പിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടുകൾ കോടതി നിയമവിരുദ്ധമായിട്ട് അംഗീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ സാഹചര്യത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, താങ്കൾ ചോദിച്ചതുപോലെ ഇവിടത്തെ ഈ അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കാനുള്ള ഏജൻസിയാണ് വിജിലൻസ് സംവിധാനം. അത് മുഖ്യമന്ത്രിയുടെ പിൻബലത്തിൽ ഇത്തരത്തിൽ മാസപ്പടി വാങ്ങി അതിൻ്റെ പേരിൽ കരിമണൽ കടത്താൻ വേണ്ടിയുള്ള ഒത്താശകൾ ചെയ്തിരിക്കുന്നു എന്ന് ബോധ്യവും അതിനെ സംബന്ധിച്ചുള്ള രേഖകളും ഹാജരാക്കപ്പെടുമ്പോൾ അഴിമതി നിരോധന നിയമപ്രകാരം ഇത് അന്വേഷിക്കാനുള്ള കേസാണ് എന്നുപോലും തോന്നാത്ത വിജിലൻസ് കോടതിയുടെ നടപടി അത്ഭുതകരമാണ്, അതിശയകരമാണ്, ഉത്കണ്ഠാകരമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് ആത്മാർത്ഥമായിട്ട് കേസ് നടത്തുന്ന കാര്യത്തിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ കേരളത്തിൽ ഒത്തുകളി നടത്തിയിരിക്കുന്നു രാഹുൽ ഗാന്ധി വന്നതിന് ശേഷം. അല്ലെങ്കിൽ ചിന്നക്കനാലിന്റെ ബ്ലാക്ക് മെയിലിൽ മാത്യു കുഴൽനാടൻ വീണു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മളെല്ലാവരും രാഷ്ട്രീയ ആരോപണങ്ങളാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറയുന്നത് എന്താണ്? ഈ പറയുന്ന CMRL-ന് IR ഇൽമിനേറ്റ് കൊടുത്തു, അത് വിലക്കുറവിൽ കൊടുത്തു, അത് അഴിമതി കാരണമെന്നാണ് മാത്യുവിന്റെ ആരോപണമെങ്കിൽ അത് വില കുറച്ച് കൊടുത്ത് അഴിമതിക്ക് എങ്ങനെയാണ് കാരണമാവുക എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല CMRL-ലും ഈ പറയുന്ന കമ്പനിയും തമ്മിൽ നേരിട്ട് കരാറുണ്ടോ എന്നടക്കം അടിസ്ഥാനപരമായി തെളിവ് മൂല്യമുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുകയാണ്. ഞാൻ എത്താൻ